ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് മുടിയൊക്കെ കൊഴിഞ്ഞ് കഷണ്ടി ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ നെറുകിലെ മുടിയൊക്കെ ഒരുപാടായിട്ട് കൊഴിഞ്ഞിട്ട് തലയോട്ടിയൊക്കെ തെളിഞ്ഞ് കാണുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് റിസൾട്ട് തരുന്ന ഒരു ഹെയർ സിറം ആണ്. മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഈ കാണുന്ന രീതിക്കാണ് നിങ്ങളുടെ മുടിയുടെ അവസ്ഥ എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരാഴ്ച തുടർച്ചയായിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല വ്യത്യാസം തന്നെ അറിയാൻ പറ്റും. പുതിയ മുടികൾ വളർന്നു വരാനും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും അതുപോലെ തന്നെ നീളം വയ്ക്കാനും മുടി കുറച്ചും കൂടി സ്മൂത്ത് ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ സിറാണിത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നാളെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ഹെയർ സിറം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ച് മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു രീതിക്കുള്ള ഹെയർ ഗ്രോത്ത് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. മുടി കൊഴിഞ്ഞ ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ മുടി തിങ്ങി നിറഞ്ഞ് വളരാനൊക്കെ സഹായിക്കും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഫ്ലാക്സ് സീഡ് എടുക്കാം. ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാൽ ചണവിത്ത്. നമ്മുടെ വീഡിയോയിൽ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നാലും ആളുകൾക്ക് ഡൗട്ട് ഉണ്ട് ഇതെന്താണെന്നുള്ളത്. അപ്പം നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോഴൊക്കെ ഫ്ലാക്സ് സീഡ് തന്നെ പറഞ്ഞാൽ മതി. നമുക്ക് മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനൊക്കെ ആണെങ്കിലും പറ്റുന്ന ഒരു സാധനമാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. ഇത് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു പാത്രം തന്നെ എടുക്കാം. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലാക്സ് സീഡിൽ ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉണ്ട്. ഫ്ലാക്സ് സീഡ് എങ്ങനെയാണ് മുടി വളർച്ച കൂട്ടുന്നത് ചോദിച്ചാൽ, ഫ്ലാക്സ് സീഡിൽ കൂടിയ അളവിൽ തന്നെ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മുടിനെ കൂടുതലായിട്ട് സ്ട്രോങ് ആക്കിയിട്ട് വെക്കും. നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നതും ഒക്കെ ഇത് തടയുന്നതാണ്. നിങ്ങൾക്ക് നന്നായിട്ട് മുടി പൊട്ടിപ്പോകുന്നുണ്ട്, മുടി ഒരുപാട് ഡ്രൈ ആണ്, നിങ്ങൾക്ക് ഒട്ടും ഒതുങ്ങിയിരിക്കാത്ത മുടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് മാത്രം നിങ്ങളുടെ മുടിയിലൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും. ഒതുങ്ങിയിരിക്കാത്ത മുടിയൊക്കെ ഒതുങ്ങിയിരിക്കാനും നല്ല ഗ്ലോസി ലുക്ക് മുടിക്ക് കിട്ടാനും ഒക്കെ ഈ ഒരു ഫ്ലാക്സ് സീഡ് ജെല്ല് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പുതിയതായിട്ട് മുടികൾ വളർന്നു വരാനും മുടി കൊഴിഞ്ഞു പോകുന്നത് തടയാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവയ്ക്കും ഇതേ ഗുണങ്ങളൊക്കെ തന്നെയാണുള്ളത്. നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന താരൻ മാറി കിട്ടാൻ ഒരുപാട് നല്ലതാണ്. പുതിയ മുടികൾ വളർന്നു വരാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഉലുവ ഞാൻ 1 ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഉള്ളി മുഴുവനായിട്ടൊന്നും വേണ്ട, ഒരു ഉള്ളിയുടെ പകുതി എടുത്തിട്ട് അത് കഴുകിയ ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടെ നല്ലത് ചെറിയ ഉള്ളി എടുക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇനി കുറച്ച് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉള്ളിയുടെ സ്മെല്ല് പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ പുതിയ മുടികൾ വളർന്നു വരാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉള്ളിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പുതിയ മുടികൾ ഒരുപാടായിട്ട് പെട്ടെന്ന് തന്നെ വളർന്നു വരാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളും യൂസ് ചെയ്യാം. പിന്നെ ഒരുപാട് ബാഡായിട്ടുള്ള ഒരു സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. വെറും ഉള്ളി മാത്രം യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഉള്ളിയുടെ സ്മെല്ല് കുറച്ചും കൂടെ കൂടുതലായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വേറെയും 2 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തുകൊണ്ട് അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു സ്മെല്ലൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഈ ഒരു മിക്സ് 5 മിനിറ്റാണ് തിളപ്പിച്ചെടുക്കുന്നത്. ടൈം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മിക്സ് പെട്ടെന്ന് തന്നെ സെറ്റാവും. നമുക്ക് ആ ഒരു സിറത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലൊന്നും കിട്ടില്ല, നല്ല കട്ടിയുള്ള ഒരു ജെല്ലായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 5 മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുത്താൽ മതി. അതും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്കൊരു പശയുടെ പരുവത്തിലാവുന്ന സമയത്ത് തന്നെ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പശയുടെ പരുവത്തിൽ കിട്ടിയപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം.
തോന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാനിതിവിടെ ഓഫ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഉടനെ തന്നെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരിച്ചെടുക്കാൻ ഒന്നുകിൽ തുണി വെച്ചിട്ട് നിങ്ങൾക്ക് അരിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പയിൽ അരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ തുണി വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ആ ഒരു ജെല്ല് ഫുള്ളായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതാ ഈ കാണുന്ന രീതിയിലാണ് നമുക്ക് നമ്മുടെ ഹെയർ സിറം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ദിയൂസിൻ്റെ ഹെയർ ഓയിൽ, നമ്മുടെ തന്നെ ഹെയർ ഓയിലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ദിയൂസിൻ്റെ ഹെയർ ഓയിൽ ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം 1 ടീസ്പൂൺ അളവിലൊക്കെ നിങ്ങൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹെയർ സിറം റെഡിയായി. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യുന്നു നോക്കാം. വളരെ സിമ്പിളാണ്. നീരിറക്കമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് എത്ര സമയം വേണമെങ്കിലും വയ്ക്കാം. ഇപ്പോൾ രാത്രിയൊക്കെ തേച്ചിട്ട് രാത്രി ഫുള്ളായിട്ട് വെച്ചിട്ട് പിന്നെ പിറ്റേന്ന് കുളിക്കുന്ന സമയത്ത് കഴുകിയാൽ മതി. ഇപ്പോൾ നീരിറക്കത്തിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഹെയർ സിറം നമ്മൾ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ സ്കാൽപ്പിലേക്കാണ്. കാരണം നമ്മുടെ തലയോട്ടിയിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് മുടി കൊഴിച്ചിലും താരനും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ മാറിയിട്ട് പുതിയ മുടികൾ വളരാനും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ തലയോട്ടി തന്നെയാണ്. അപ്പം നിങ്ങൾക്കിത് നിങ്ങളുടെ കയ്യിൽ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ബോൾ യൂസ് ചെയ്തിട്ടോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഓരോ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് നന്നായിട്ട് തന്നെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മുടി കൂടുതലായിട്ട് കൊഴിഞ്ഞു പോയ ഭാഗത്ത് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു മസാജും കൂടെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്ന അത്ര സമയം വയ്ക്കുക. പിന്നെ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ സിറം യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ സ്മെല്ലൊക്കെ നിങ്ങൾക്ക് ഒരു പ്രശ്നമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. ഒരു നെറ്റിക്കയറിലും മുടി കൊഴിഞ്ഞു പോകലും ഒക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സിറം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരു മാസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്